everyone, I'm Dr. Khadija, a licensed medical doctor in Germany. So, welcome to final year of MBBS. ഞാൻ ഇന്ന് ഫൈനൽ ഇയർ MBBSനെ കുറിച്ചാണ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഫൈനൽ ഇയറിലോട്ടുള്ള പ്രിപ്പറേഷൻ നമ്മൾ ഓൾറെഡി സെക്കൻഡ് ഇയറിൽ തന്നെ തുടങ്ങുന്നുണ്ട്. നമ്മൾ സെക്കൻഡ് ഇയറിലുള്ള ക്ലിനിക്കൽ പോസ്റ്റിങ്സ് എല്ലാം ഫൈനൽ ഇയറിലോട്ടുള്ള സബ്ജക്ട്സ് ആണ്. ഓക്കെ, സോ ഫൈനൽ ഇയറിലുള്ളത് മെയിൻ ആയിട്ട് 5 സബ്ജക്ട്സ് ആണ്. ജനറൽ മെഡിസിൻ, ജനറൽ സർജറി, ഓർത്തോപെഡിക്സ്, പീഡിയാട്രിക്സ്, ഒബ്സ്ട്രക്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി. സോ ഈ മെയിൻ ആയിട്ടുള്ള 5 സബ്ജക്ട്സിനെ കുറിച്ചാണ് അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. സോ ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത് അഡൽട്സിന് വരുന്ന എല്ലാ അസുഖങ്ങളും ജനറൽ മെഡിസിനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ സർജറി വേണ്ടാത്ത എല്ലാ അസുഖങ്ങളും കൂടെ നമ്മൾക്ക് ആഡ് ചെയ്യാം ജനറൽ മെഡിസിനിലോട്ട്. ജനറൽ മെഡിസിനിൽ ആക്ച്വലി നമ്മൾ സർജറി ഒന്നും ചെയ്യുന്നില്ല, ഓപ്പറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ജനറൽ മെഡിസിനിൽ അഡൽട്സിന് വരുന്ന എല്ലാ ഡിസീസസും നമ്മൾ ജനറൽ മെഡിസിൻ്റെ അണ്ടറിലാണ് പഠിക്കുന്നത്. ജനറൽ മെഡിസിൻ എന്ന് പറയുന്നത് ഒരുപാട് സബ്ജക്ട്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു വലിയൊരു സബ്ജക്റ്റാണ് ജനറൽ മെഡിസിൻ. ജനറൽ മെഡിസിൻ്റെ കീഴിലുള്ള എല്ലാ സബ്ജക്ട്സിനെ കുറിച്ചും ഞാൻ വ്യക്തമായിട്ട് പറയാം. സോ ഫസ്റ്റ് വൺ ഈസ് കാർഡിയോളജി. കാർഡിയോളജിൻ്റെ കീഴിലാണ് നമ്മൾ ഹൃദയ സംബന്ധമായ എല്ലാ അസുഖങ്ങളും പഠിക്കുന്നത്. അതിൻ്റെ കൂടെ ഹൈപ്പർ ടെൻഷൻ വരുന്നുണ്ട്, അതായത് പ്രഷറിൻ്റെ അസുഖത്തിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ദെൻ ഹൃദയത്തിന് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലുകൾ അടഞ്ഞു പോയി കഴിഞ്ഞാൽ വരുന്ന അസുഖമാണ് ഹാർട്ട് അറ്റാക്ക്, അല്ലേ? അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ ഹാർട്ട് ഫെയിലിയറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ദെൻ ഹാർട്ടിൻ്റെ വാൾവിൻ്റെ അസുഖങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അരിത്മിയാസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതായത് ഹൃദയം റെഗുലർ അല്ലാതെ ഇടിക്കാം, തോന്നിയ പോലെ ഇടിക്കുന്നതിനാണ് നമ്മൾ അരിത്മിയാസ് എന്ന് പറയുന്നത്. ദെൻ ഇങ്ങനെ ഹൃദയത്തിന് സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങളും നമ്മൾ പഠിക്കുന്നത് കാർഡിയോളജിയിലാണ്. ദെൻ അടുത്ത സബ്ജക്റ്റാണ് റെസ്പിറേറ്ററി മെഡിസിൻ. റെസ്പിറേറ്ററി മെഡിസിൻ എന്ന് പറഞ്ഞാൽ പൾമനോളജി എന്നും കൂടെ പറയാം അതിന്. അതിൽ നമ്മൾ ശ്വാസകോശ സംബന്ധമായ എല്ലാ രോഗങ്ങളും നമ്മൾ ഇതിൻ്റെ കീഴിലാണ് പഠിക്കുന്നത്. അതായത് ആസ്മ, COPD, ന്യൂമോണിയ, ഇങ്ങനത്തെ എല്ലാ അസുഖങ്ങളും നമ്മൾ പഠിക്കുന്നത് പൾമനോളജിയിലാണ്, അല്ലെങ്കിൽ റെസ്പിറേറ്ററി മെഡിസിനിലാണ്. അടുത്ത സബ്ജക്റ്റ് എന്ന് പറയുന്നത് നെഫ്രോളജിയാണ്. നെഫ്രോളജി എന്ന് പറയുന്നത് വൃക്ക സംബന്ധമായ എല്ലാ അസുഖങ്ങളും, അതായത് കിഡ്നി ഫെയിലിയർ, ആസിഡ് ബേസിൻ്റെ പ്രശ്നങ്ങൾ. അത് ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ pH, ബോഡിയുടെ pH 7.35 to 7.45 നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അത് കുറഞ്ഞു പോകുന്നതും അത് കൂടുന്നതുമായിട്ടുള്ള കണ്ടീഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നെഫ്രോളജീൻ്റെ അണ്ടറിലാണ് പഠിക്കുന്നത്. ദെൻ നമുക്കുള്ള മെയിൻ ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ് ഗാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി. ഗാസ്ട്രോ എൻട്രോളജി ആൻഡ് ഹെപ്പറ്റോളജി എന്ന സബ്ജക്റ്റിൻ്റെ അണ്ടറിൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ വയർ സംബന്ധമായ അസുഖങ്ങൾ, അതായത് ആമാശയത്തിൻ്റെ അസുഖങ്ങൾ, പാങ്ക്രിയാസിൻ്റെ അസുഖങ്ങൾ, ദെൻ ലിവറിൻ്റെ അസുഖങ്ങൾ, ഇതെല്ലാം നമ്മൾ ഇൻറ്റസ്റ്റൈൻ്റെ അസുഖങ്ങൾ എല്ലാം നമ്മൾ പഠിക്കുന്നത് ഗാസ്ട്രോ എൻട്രോളജിയിലാണ്. അതുപോലെ അൾസറിൻ്റെ അസുഖം, അല്ലെ, ആമാശയത്തിൽ അൾസർ വരാം, അതിനെക്കുറിച്ചെല്ലാം നമ്മൾ പഠിക്കുന്നത് എന്താ പറയുക, ഗാസ്ട്രോ എൻട്രോളജി എന്നുള്ള സബ്ജക്റ്റിൻ്റെ അടിയിൽ. ദെൻ വരുന്നതാണ് എൻഡോക്രൈനോളജി. നമ്മൾ ഹോർമോൺസിൻ്റെ ലെവലിലുള്ള വ്യതിയാനങ്ങൾ, എന്താ പറയുക, ഹോർമോൺ ഗ്രന്ഥികളിലുള്ള മാറ്റങ്ങൾ, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് എൻഡോക്രൈനോളജിയിലാണ്. എൻഡോക്രൈനോളജിൻ്റെ കീഴിൽ വരുന്ന മെയിൻ അസുഖങ്ങൾ എന്ന് പറയുന്നത് ഡയബറ്റീസ്, തൈറോയിഡ് സംബന്ധമായ അസുഖങ്ങൾ, അല്ലേ? തൈറോയിഡിൻ്റെ ലെവൽ കൂടാം കുറയാം, ഇതെല്ലാം നമ്മൾ എൻഡോക്രൈനോളജിയിലാണ് പഠിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കിഡ്നിയുടെ മുകളിലായിട്ടൊരു ഗ്രന്ഥി ഇരിക്കുന്നുണ്ട്, അഡ്രിനൽ ഗ്രന്ഥി. അഡ്രിനൽ ഗ്രന്ഥിയിലുള്ള മാറ്റങ്ങൾ, അഡ്രിനൽ ഗ്രന്ഥി ഒരുപാട് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുണ്ട്, അതിലുള്ള മാറ്റങ്ങളും ആ ഹോർമോൺസ് കുറയുന്നതും കൂടുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ പഠിക്കുന്നത് എൻഡോക്രൈനോളജിയിലാണ്. അടുത്ത മെയിൻ സബ്ജക്റ്റാണ് ഹെമറ്റോളജി ആൻഡ് ഓങ്കോളജി. അതിൽ രക്തത്തിൽ വരുന്ന അസുഖങ്ങൾ, ലുക്കീമിയകൾ, അതുപോലെ തന്നെ നമ്മളെ രക്തത്തിൽ ഒരുപാട് സെല്ലുകളുണ്ട്. അതിൽ ചില സെല്ലുകൾ മാത്രം കൂടാം, അല്ലെങ്കിൽ എല്ലാ സെല്ലുകളും കൂടാം, അല്ലെങ്കിൽ സെല്ലുകളെല്ലാം കുറഞ്ഞു പോവാം. അങ്ങനെ എല്ലാ രീതിക്കുള്ള ഇതും പോസിബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ അസുഖങ്ങളെല്ലാം നമ്മൾ പഠിക്കുന്നത് ഹെമറ്റോളജിയിലാണ്. ദെൻ ഓങ്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറുകളെ കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് ഓങ്കോളജി. അപ്പോൾ ഓങ്കോളജിൻ്റെ അണ്ടറിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ക്യാൻസർ ഉണ്ടാവുന്നത്, എന്താണ് അതിന് കാരണക്കാർ, എന്തൊക്കെയാണ് കാർസിനോജൻസ് ആയിട്ടുള്ള സംഭവങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് ഓങ്കോളജീൻ്റെ കീഴിലാണ്. ദെൻ നമുക്കുള്ള ഒരു സബ്ജക്റ്റാണ് റുമറ്റോളജി. നമ്മൾ വാദത്തിൻ്റെ അസുഖം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലേ? റോയമ, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, അങ്ങനത്തെ ഒക്കെ അസുഖങ്ങൾ വരുന്നത് റുമറ്റോളജീൻ്റെ കീഴിലാണ്. ദെൻ അടുത്തതായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇൻഫെക്ഷ്യസ് ഡിസീസ്. അതായത് നമ്മൾ ആക്ച്വലി പത്തോളജിയിലും മൈക്രോബയോളജിയിലും കമ്മ്യൂണിറ്റി മെഡിസിനിലും പഠിച്ചതാണ് ഇൻഫെക്ഷ്യസ് ഡിസീസിനെ കുറിച്ച്, അതായത് പകർച്ചവ്യാധികളെക്കുറിച്ച്. അതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും ഇനി ഇൻറ്റേർണൽ മെഡിസിനിൽ വീണ്ടും പഠിക്കും, അതായത് ജനറൽ മെഡിസിനിൽ വീണ്ടും പഠിക്കും. അതാണ് ഇൻഫെക്ഷ്യസ് ഡിസീസ്. വൈറസുകളെ പറ്റിയും ബാക്ടീരിയാസിനെ കുറിച്ചും ദെൻ ഫംഗസിനെ കുറിച്ചും പാരസൈറ്റ്സിനെ കുറിച്ചൊക്കെ വീണ്ടും നമ്മൾ ജനറൽ മെഡിസിനിൽ ഒരു സബ്ജക്റ്റിൻ്റെ ഭാഗമായിട്ട് വീണ്ടും പഠിക്കുന്നതാണ്. ദെൻ അടുത്ത മെയിൻ ടോപ്പിക്കാണ് ന്യൂറോളജി. ന്യൂറോളജിയിൽ നമ്മൾ തലവേദനകൾ, പലതരം തലവേദനകളുണ്ട്, അതിനെക്കുറിച്ച് പഠിക്കും. പ്രൈമറി ഹെഡേക്ക്, സെക്കൻഡറി ഹെഡേക്ക്, അപ്പോൾ ഇതെല്ലാം കുറിച്ചെല്ലാം പഠിക്കും. അപ്പോൾ
സെക്കൻഡറി ഹെഡേക്ക് നമ്മൾ എപ്പോഴും എന്താണ് പെട്ടെന്ന് കണ്ടെത്തണം. കാരണം സെക്കൻഡറി ഹെഡേക്ക് ചിലപ്പോൾ വേറൊരു അസുഖം കാരണം വരുന്ന തലവേദനയായിരിക്കും. അത് പ്രൈമറി ഹെഡേക്ക് പോലെ പാവം ആവണം എന്നില്ല. സോ തലയിൽ ബ്ലീഡിങ് ആയതിനെ കൊണ്ടായിരിക്കും ചിലപ്പോൾ തലവേദന വരുന്നത്. അപ്പോൾ അത് നമ്മൾ പെട്ടെന്ന് കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കോൺസിക്വൻസസ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ പ്രൈമറി ഹെഡേക്ക് വലിയ പ്രശ്നക്കാരനല്ല. മൈഗ്രെയിൻ അങ്ങനത്തെ അസുഖങ്ങളാണ് പ്രൈമറി ഹെഡേക്കിൻ്റെ അണ്ടറിൽ വരുന്നത്. ഇനി സെക്കൻഡറി ഹെഡേക്കിൻ്റെ അണ്ടറിൽ വേറൊരു അസുഖം കാരണം വരുന്ന തലവേദന. അതുപോലെ തന്നെ സ്ട്രോക്ക് അല്ലേ? ഒരു ഭാഗം തളർന്നു പോവുക, ദെൻ സീഷേഴ്സ്, അതായത് അപസ്മാരത്തിൻ്റെ അസുഖം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നത് ന്യൂറോളജിൻ്റെ അണ്ടറിലാണ്. ആയിട്ട് വീണ്ടും വരുന്നത് ഡെർമറ്റോളജി, സൈക്യാട്രി. ഡെർമറ്റോളജി എന്ന് പറയുന്നത് ത്വക്ക് രോഗ വിഭാഗം അല്ലേ? സ്കിൻ, അതുപോലെ തന്നെ ഹെയർ, നെയിൽ, ഇതിലൊക്കെ അസുഖങ്ങൾ വരുമ്പോഴുള്ള നമ്മൾ കാണിക്കുന്ന ഡോക്ടറാണ് ഡെർമറ്റോളജിസ്റ്റ്. അപ്പോൾ ആ സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ജനറൽ മെഡിസിനിൽ പഠിക്കുന്നുണ്ട്. ദെൻ വേറെ സബ്ജക്റ്റാണ് സൈക്യാട്രി. മാനസികമായിട്ടുള്ള അസുഖങ്ങളെ കുറിച്ച് പഠിക്കുന്ന സബ്ജക്റ്റാണ് സൈക്യാട്രി. സൈക്യാട്രിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് എനിക്ക് 2 എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നുന്നത്. ഞാൻ സൈക്യാട്രീൻ്റെ ആദ്യത്തെ പോസ്റ്റിങ്ങിൽ കയറിയ സമയത്ത് ഞാൻ വാർഡിലെത്തി. അവിടുത്തെ ഒരു രോഗിയോട്, ഒരു അമ്മാമ്മനോട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു നിഗമനം എന്ന് പറയുന്നത് അവർക്കൊരു അസുഖവും ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബിക്കോസ് ദേ വർ ലുക്കിംഗ് വെരി ഹെൽത്തി. അവർക്ക് എന്താ പറയുക, ശാരീരികമായിട്ടൊന്നും പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതും ശരിയാണ്, അവർ മാനസികമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ ആണ് എൻ്റെ സൈക്യാട്രി പോസ്റ്റിങ്ങിലെ ഫസ്റ്റ് ഡേ ആണ്. ഞാൻ ഇവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മമ്മ എന്നോട് പറയാണ്, ഞാൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ടായിരുന്നു, അതിനെനിക്ക് റിപ്ലൈ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രധാനമന്ത്രിയുടെ കുടുംബക്കാരോ അല്ലെ റിലേറ്റീവ് അങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിരിക്കാം. സോ നമ്മൾ പോസ്റ്റിംഗ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം വാർഡിലോട്ട് പോകും, നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് സംസാരിക്കും, കേസ് എടുക്കുകയൊക്കെ ചെയ്യും. കേസ് എടുക്കുക എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റെ അടുത്ത് സംസാരിക്കുക, അവരുടെ പ്രശ്നങ്ങൾ ചോദിക്കുക, അവരെ പലതരം ഹിസ്റ്ററി ഉണ്ട് അല്ലേ? ഹിസ്റ്ററി പലതരത്തിലുണ്ട്. ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, അവരെ ഫാമിലീനെ കുറിച്ച് ചോദിക്കുക, അവരുടെ പാസ്റ്റ് ഹിസ്റ്ററി, അവരുടെ മുൻകാല അസുഖങ്ങളെക്കുറിച്ച് ചോദിക്കുക, അവർക്ക് വല്ല സർജറിയും ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് അവർ കടന്നുപോയത് എന്നുള്ളൊക്കെ ഫുൾ ഹിസ്റ്ററി എടുക്കുന്ന ഒരു സംഭവമുണ്ട്. അതിനെക്കുറിച്ച് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, യൂഷ്വലി അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രൊഫസറിൻ്റെ കൂടെ നമുക്കൊരു ഡിസ്കഷൻ പോലെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്രൊഫസേഴ്സ് നന്നായിട്ട് പറഞ്ഞു തരും, നമ്മൾ ഓരോ കേസ് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്ക് അവരെന്തൊക്കെ പ്രശ്നങ്ങളുള്ളവരാണ്, അവർ കയ്യിലുള്ള ഫൈൻഡിങ്സ് എന്തൊക്കെയാണ്. അപ്പോൾ അത് അങ്ങനെയൊക്കെ ഒരു നല്ലൊരു സിസ്റ്റമാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ, നമ്മൾ കണ്ടും കേട്ടും പേഷ്യൻസിൻ്റെ അടുത്ത് നിന്ന്, പേഷ്യൻസാണ് ഏറ്റവും വലിയ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ, അവരെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അവരുടെ അടുത്ത് നിന്ന് ഫൈൻഡിങ്സ് ഉണ്ടാവും, അവരെ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. സിംറ്റംസ്, ഒരു രോഗിയും വന്നിട്ട് നേരിട്ട് പറയില്ല എനിക്ക് ഇന്ന അസുഖമാണെന്ന് അല്ലേ? അവർ സിംറ്റംസ് ആയിട്ടാണ് ഓരോരോ പ്രശ്നം, എനിക്ക് പനിയാണ്, എനിക്ക് തലവേദനയാണ്, അങ്ങനെ പറഞ്ഞിട്ടാണ് വരിക. അപ്പോൾ അതിൽ നമ്മൾ ഓരോന്ന് എന്താ പറയുക, നമ്മൾ അനലൈസ് ചെയ്തിട്ട് എടുക്കണം, ഇത് എന്തൊക്കെ സിംറ്റംസ് ആണ്, ഇത് എന്തിനോടൊക്കെ എന്തൊക്കെ അസുഖങ്ങളാവാം എന്നുള്ളത് അനലൈസ് ചെയ്യുന്നതാണ് നമ്മളുടെ മെയിൻ ജോബ് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ കഥയിൽ നിന്ന് മാറിപ്പോയി. ആക്ച്വലി അമ്മാമ്മ അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങളുടെ പ്രൊഫസർ വന്നിട്ട് നമ്മൾ കേസ് ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് പറയാണ്, ഈ അമ്മാമ്മക്ക് ആക്ച്വലി ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോർ എന്ന് പറയുന്ന ഒരു സിംറ്റമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യത്തോട് ഒരു പൊരുത്തപ്പെടാത്ത രീതിയിൽ വളരെ വലിയൊരു മനുഷ്യനാണെന്ന് വിചാരിക്കുക. അതായത് വലിയ പദവി ഉണ്ടെന്ന് വിചാരിക്കുക, വലിയ ഭയങ്കരമായിട്ട് റിച്ച് ആണെന്ന് വിചാരിക്കുക, ഒരുപാട് വെൽത്ത് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ രീതിയിലുള്ള ചിന്തകളാണ് ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോർ എന്ന് പറയുന്നത്. അപ്പോൾ അത് പേഷ്യൻറ്റിൻ്റെ വിശ്വാസമാണ്. പേഷ്യൻറ്റ് പ്രധാനമന്ത്രിയുടെ ആരോ ആണ്, അതുപോലെ പേഷ്യൻറ്റ് അവർ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, അവർ ബുർജ് ഖലീഫ ഉണ്ടാക്കിയത് അവരാണ്, അല്ലെങ്കിൽ അവർ US പ്രസിഡൻറ്റിൻ്റെ ആരോ ആണ്, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന, ശരിക്കും അങ്ങനെയൊക്കെ വിചാരിക്കുന്ന മാനസിക രോഗികളുണ്ട്. സോ അതൊരു രോഗത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ അമ്മാമ്മ എന്നോട് പറഞ്ഞ സംഭവം. ബട്ട് ആക്ച്വലി അതെൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് പോസ്റ്റിംഗ് ആയതിനെ കൊണ്ട് തന്നെ ഞാനത് വളരെ കാര്യത്തിലെടുത്ത് ഞാൻ ഭയങ്കര വിശ്വസിച്ച് പോയൊരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഡെലൂഷൻ ഓഫ് ഗ്രാൻഡിയോർ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആ അമ്മാമ്മയുടെ ആ സ്റ്റോറിയാണ് എപ്പോഴും എൻ്റെ ഓർമ്മയിൽ വരുന്നത്. വേറൊരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ ഡിസ്കഷൻ്റെ സമയത്ത് പ്രൊഫസർ നമ്മളെ അടുത്ത് പറഞ്ഞു, പ്രൊഫസർ ക്ലാസ്സിലോട്ട് നമ്മളെ ഒരു പേഷ്യൻറ്റിനെ വിളിച്ചുകൊണ്ട് വന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഓണത്തിനെ കുറിച്ചൊന്ന് സംസാരിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്ത് ചെയ്തു, ഓണത്തിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ഒരു ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ്, അവരുടെ ഒരു വേർഡ്സ് പെർ മിനിറ്റ്, ഇതെല്ലാം ഒരുപാട് കൂടുതലായിരുന്നു. അവർ ഒരുപാട് സംസാരിച്ചു. നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയേക്കാളും വേർഡ്സ് ഓഫ് പെർ മിനിറ്റ് അവർക്ക് ഒരുപാട് കൂടുതലായിരുന്നു.
എന്നിട്ട് അവർ ഓണത്തിനെ കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ അവർ സംസാരിച്ചു. ആദ്യം ഓണത്തിനെ കുറിച്ച് ഒന്ന് ജനറലായിട്ട് സംസാരിച്ചു. ദെൻ അവർ ഓണസദ്യനെ കുറിച്ച് സംസാരിച്ചു. അതിലെപ്പോഴോ തേങ്ങയെ കുറിച്ച് സംസാരിച്ചു. തേങ്ങയിൽ നിന്ന് അവർ തെങ്ങിലോട്ട് സംസാരം പോയി. അങ്ങനെ അവർ ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് ആണ് അവർക്ക്. ഒരുപാട് ഐഡിയാസിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു പോയി. പക്ഷേ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അവർക്ക് ഒതുങ്ങി സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫൈൻഡിങ്സ് ആയിരുന്നു നമുക്ക് സൈക്യാട്രി പോസ്റ്റിങ്ങിൻ്റെ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ദെൻ ഇത് എന്താ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇത് ബൈപ്പോളാർ ഡിസോർഡർ ആണ് അവർക്ക്. മാനിയ ഉണ്ട്, അവർക്ക് ഡിപ്രഷൻ ഉണ്ട്. യൂഷ്വലി ഒരു നോർമൽ ആളുടെ മൂഡ് ഇങ്ങനെയാണെങ്കിൽ മാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആൻഡ് എക്സ്റ്റസി ഉള്ള ഒരു ഫേസ് ആണ് മാനിയ. അതിൻ്റെ മുകളിലുള്ള ഒരു ഭയങ്കര ഹൈപ്പർ ആയിട്ട് ആക്ട് ചെയ്യുന്നു, ഇതാണ് മാനിയ. ദെൻ ഇതിന് താഴെയുള്ള ഫേസ് ആണ് ഡിപ്രഷൻ. അപ്പോൾ എന്താണ്, ഈ രണ്ട് ഫേസസും മാനിയാക് ഫേസസും ഡിപ്രഷൻ ഫേസസും ഈ രണ്ട് ഫേസസും ഭയങ്കര തീവ്രമായിട്ട് ഇവർക്ക് ഇങ്ങനെ മാറി മാറി കളിക്കും. അപ്പോൾ അതാണ് ബൈപ്പോളാർ ഡിസോർഡർ. അപ്പോൾ മാനിയാക് ഫേസിലാണ് എന്താ പറയുക ഇവർക്ക് ഈ ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് വരുന്നത് ആൻഡ് ഇവരുടെ വേർഡ്സ് പെർ മിനിറ്റ് ഒക്കെ ഒരുപാട് കൂടുതൽ. ദെൻ പിന്നെ വേറെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞങ്ങൾ പ്രൊഫസർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹൈപ്പോമാനിയാക് ഫേസിലാണ്, അതായത് നമ്മളെ നോർമൽ മൂഡിൽ നിന്ന് കുറച്ചങ്ങോട്ട് കയറുകയും ചെയ്തു, മാനിയ ആയിട്ടില്ല, അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഫേസാണ് ഹൈപ്പോമാനിയ. ആ ഹൈപ്പോമാനിയൻ്റെ ഫേസിലാണ് ഓരോരോ കവിതകളൊക്കെ രചിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങളൊരു പ്രൊഫസർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ അപ്പോൾ ആ ഒരു ഫേസിലിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും, ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ സ്റ്റോറീസ് നമ്മുടെ പ്രൊഫസേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ കേട്ടതായിട്ട് ഓർമ്മയിലുണ്ട്, അത് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയും സബ്ജക്ട്സ് ജനറൽ മെഡിസിൻ്റെ അണ്ടറിലാണ് നമ്മൾ പഠിക്കുന്നത്. ആക്ച്വലി ഇതെല്ലാം വേറെ വേറെ തന്നെ ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ പോലും ഇതെല്ലാം നമ്മൾ ഫൈനൽ ഇയറിൽ ഒറ്റ സബ്ജക്റ്റിൻ്റെ കീഴിലാണ് പഠിക്കുന്നത്, ജനറൽ മെഡിസിൻ ആയിട്ട്. ഇനി അടുത്ത സബ്ജക്റ്റ് എന്ന് പറയുന്നത് ജനറൽ സർജറിയാണ്. ജനറൽ സർജറി എന്ന് പറയുന്നത് സർജറി വേണ്ട എല്ലാ അസുഖങ്ങളും വരുന്നത് ജനറൽ സർജറിൻ്റെ അണ്ടറിലാണ്. അങ്ങനെ നമുക്ക് എന്താ പറയാം അഡൽസിൻ്റെ മാത്രമല്ല കുട്ടികളുടെയും ഓപ്പറേഷൻ വേണ്ട അസുഖങ്ങളൊക്കെ നമ്മൾ സർജറിയിലാണ് പഠിക്കുന്നത്. സോ ജനറൽ സർജറിയുടെ ഇടയിൽ തൈറോയിഡ് സംബന്ധമായ അസുഖങ്ങൾ ആക്ച്വലി ഒരു ഇന്റർ ഡിസിപ്ലിനറി അസുഖമാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, മരുന്ന് കൊണ്ട് മാത്രം ചികിത്സിക്കുന്ന ടൈപ്പ് ഉണ്ട്. അതിൽ മുഴയോ ക്യാൻസറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ എടുത്തു കളയണം അല്ലേ. അപ്പോൾ അത് ഇതിൻ്റെ അണ്ടറിൽ വരും, സർജറിയുടെ അണ്ടറിൽ വരും. ഇനി ഗാസ്ട്രോ എൻട്രോളജി, അതായത് ആമാശയം അങ്ങനത്തെ അസുഖങ്ങൾ, ആമാശയം, ലിവർ, പിത്തസഞ്ചി, ഇന്ന അസുഖങ്ങളൊക്കെ അതെല്ലാം ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പോൾ ഇത് നമുക്ക് മരുന്ന് കൊടുത്തിട്ടും ട്രീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സർജറി വേണ്ടതാണെങ്കിൽ സർജറിയുടെ അണ്ടർ വരും. ദെൻ സ്തനാർബുദം അല്ലെ ബ്രസ്റ്റ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, സ്തനത്തിനെ സംബന്ധിച്ച അസുഖങ്ങളെല്ലാം സർജറിയിലാണ് വരുന്നത്. ഇപ്പോൾ സ്തനാർബുദമൊക്കെ ആണെങ്കിൽ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കളയണം അല്ലേ. അപ്പോൾ അതൊക്കെ സർജറിയിൽ അണ്ടറിൽ വരുന്ന കോമൺ ആയിട്ടുള്ള കേസസുകളാണ്. ദെൻ ഹെർണിയൻ്റെ അസുഖം, ദെൻ നമ്മളെ വെരിക്കോസിൻ്റെ അസുഖം അല്ലേ, ആർട്ടറി രക്തക്കൊയലുകളിലുള്ള അസുഖം, രക്തക്കൊയലുകൾ അടഞ്ഞു പോവുക, കാലിൻ്റെ ഒക്കെ രക്തക്കൊയലുകൾ അടഞ്ഞു പോവുക, അല്ലെങ്കിൽ വെരിക്കോസ് വരിക, ഇതെല്ലാം നമ്മൾ സർജറിയിലാണ് പഠിക്കുന്നത്. ദെൻ ബേൺസ്, പൊള്ളലൊക്കെ ഏറ്റ് വരുന്നത്, ദെൻ ഒരു വൂണ്ടിനെ നമ്മൾ സ്യൂച്ചറിങ് ചെയ്യുന്നത്, വൂണ്ടിൻ്റെ മാനേജ്മെൻറ്റ്, അങ്ങനെയെല്ലാം നമ്മൾ പഠിക്കുന്നത് സർജറിയിലാണ്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സർജറിൻ്റെ മുന്നേ പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യണം. അതായത് പ്രീ ഓപ്പറേറ്റീവ് പ്രിപ്പറേഷനുണ്ട്, പോസ്റ്റ് ഓപ്പറേറ്റീവ്, ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു 2 മെയിൻ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ദെൻ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മൾ സ്റ്റെറിലായിട്ടായിരിക്കണം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അതായത് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഡ്രസ്സ് മാറുന്ന റൂം വരെ നമ്മൾ പുറത്തിട്ട് ഡ്രസ്സ് ഇടാൻ പാടുള്ളൂ. അതിന് ശേഷം നമ്മൾ ഡ്രസ്സ് മാറണം. ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ OT ഇടുന്ന ഡ്രസ്സ് മാത്രമേ ഇടാൻ പാടുള്ളൂ. അത് ഇട്ടിട്ട് വേണം നമ്മൾ അകത്തോട്ട് ചെല്ലാൻ. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ബാക്ടീരിയ ഇൻഫെക്ഷൻ ഒന്നും വരരുത്, നമ്മൾ കാരണം എന്ത് ചെയ്യരുത്, നമ്മളെ രോഗിക്ക് ഇൻഫെക്ഷനോ കാര്യങ്ങളൊന്നും വരരുത്. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. ഓപ്പറേഷനിൽ അസിസ്റ്റ് ചെയ്യുന്ന ആളുകൾ, ഓപ്പറേഷൻ ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെ എന്ത് ചെയ്യണം, ഹാൻഡ് നല്ലോണം വാഷ് ചെയ്തിട്ട്, എന്താ പറയുക, മുട്ട് വരെ വാഷ് ചെയ്തിട്ട്, പിന്നെ എവിടെയും ടച്ച് ചെയ്യാതെ പോയിട്ട്, പിന്നെ അവർക്ക് ആപ്രണും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഗ്ലൗസ് ഒക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഈ രോഗിയുടെ ഓപ്പറേഷൻ ചെയ്യുന്ന സ്ഥലത്ത് മാത്രമേ തൊടാൻ പാടുള്ളൂ. ദെൻ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം അവർക്ക് എടുത്തു കൊടുക്കും അസിസ്റ്റ് ചെയ്യുന്നവർ. അപ്പോൾ അങ്ങനെയാണ് സർജറീൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ പോസ്റ്റ് ഓപ്പറേറ്റീവ് ആയിട്ട് എപ്പോഴത്തെ ഭക്ഷണം കഴിച്ച് തുടങ്ങാം, എപ്പോൾ വെള്ളം കുടിച്ച് തുടങ്ങാം, പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മുറിവൊക്കെ നല്ല രീതിക്ക് നോക്കണം അല്ലേ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരും അല്ലേ. അപ്പോൾ അതെല്ലാം പഠിക്കുന്നത് നമ്മൾ സർജറിയുടെ അണ്ടറിൽ തന്നെയാണ്. നെക്സ്റ്റ് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഓർത്തോപെഡിക്സ് ആണ്. ഓർത്തോപെഡിക്സ് ആക്ച്വലി എക്സാമിൻ്റെ സമയത്ത് ജനറൽ സർജറിൻ്റെ അണ്ടറിലുള്ള ഒരു സബ്ജക്റ്റ് ആയിട്ടാണ് വരിക. പക്ഷേ ഓർത്തോപെഡിക്സ് വളരെ
വിപുലമായിട്ട് പഠിക്കാനുള്ള ഒരുപാട് പഠിക്കാനുള്ള വേറൊരു സബ്ജക്റ്റ് തന്നെയാണ് ഓർത്തോപെഡിക്സ്. ഓർത്തോപെഡിക്സ് എന്ന് പറയുന്നത് എല്ല് സംബന്ധമായ അസുഖങ്ങളെക്കുറിച്ച് പഠിക്കുന്ന സംഭവമാണ്. അതായത് നമ്മൾ ഫ്രാക്ചർ കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ. 206 ബോൺസ് ഉണ്ട് നമ്മളെ ശരീരത്തിൽ. അതിൽ ഈ കൈയിലുള്ള റേഡിയസ് എന്ന് പറയുന്ന ബോണാണ് ഏറ്റവും കോമൺ ആയിട്ട് ഫ്രാക്ചർ വരുന്ന ബോണ്. നമ്മൾ കൈ കുത്തി വീഴുമ്പോഴത്തേക്ക് ഇവിടെയാണ് ഫ്രാക്ചർ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് എങ്ങനെ മാനേജ് ചെയ്യണം, കാഷ്വാലിറ്റിയിൽ എങ്ങനെ മാനേജ് ചെയ്യണം, ഓപ്പറേഷൻസ് എന്തൊക്കെയാണുള്ളത്, ഓപ്പറേഷനിൽ നമ്മൾ ഒരുപാട് മെറ്റൽ സാധനങ്ങൾ ഉപയോഗിക്കും അല്ലേ, പ്ലേറ്റ്, സ്ക്രൂ ഇതെല്ലാം ഉപയോഗിക്കും. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ കണ്ട് പരിചയം വേണം, നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതാണ് ഓർത്തോപെഡിക്സ്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് പീഡിയാട്രിക്സ് ആണ്. പീഡിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ സംബന്ധിച്ചുള്ള എല്ലാ അസുഖങ്ങളും പീഡിയാട്രിക്സിൻ്റെ അണ്ടറിലാണ് വരുന്നത്. യൂഷ്വലി 12 ഇയേഴ്സിന് താഴെ ഉള്ള ആണ് കുട്ടികളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ 12 ഇയേഴ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് വരുന്ന എല്ലാ അസുഖങ്ങളും പീഡിയാട്രിക്സിൻ്റെ അണ്ടറിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ അവരുടെ ഡെവലപ്മെൻറ്റ് അല്ലേ, അവർ 1 വയസ്സാകുമ്പോൾ നടക്കണം അല്ലേ, അപ്പോൾ അതൊക്കെ കുട്ടി ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ 3 മന്ത്സ് ആകുമ്പോൾ കൈ തുറക്കണം അല്ലേ, അതൊക്കെ ഉണ്ടോ കുട്ടിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ പീഡിയാട്രിക്സിൽ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് പഠിക്കുന്നുണ്ട്. കുട്ടി എപ്പോൾ സംസാരിക്കണം, കുട്ടി എപ്പോൾ സോഷ്യൽ സ്മൈൽ ആൾക്കാരോട്, കുട്ടിക്ക് എപ്പോഴാണ് സ്ട്രേഞ്ചറിനെ തിരിച്ചറിയുന്നത്. 9 മാസം ആകുമ്പോഴാണ് കുട്ടികൾക്ക് സ്ട്രേഞ്ചേഴ്സിനെ തിരിച്ചറിയാം. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യില്ല, വേറുള്ളവരുടെ അടുത്തേക്കൊന്നും അത്ര പെട്ടെന്ന് പോകില്ല. ആദ്യമൊക്കെ എല്ലാവരുടെ അടുത്തേക്കും പോയിരുന്നു, ഇപ്പോൾ കുട്ടി ആരുടെ അടുത്തേക്കും പോകുന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലൈൻ്റ് ഒക്കെ പറയും. അത് ആക്ച്വലി കുട്ടി നോർമലായിട്ടുള്ള ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺ ആണ്. 9 മന്ത്സ് ആകുമ്പോൾ കുട്ടി സ്ട്രേഞ്ചേഴ്സിനെ തിരിച്ചറിയും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് പീഡിയാട്രിക്സിലാണ്. ദെൻ പീഡിയാട്രിക്സിലുള്ള അസുഖങ്ങൾ, പനി, അതുപോലെ തന്നെ ന്യൂമോണിയ, അങ്ങനെ എല്ലാ അസുഖങ്ങളും, കുട്ടികളെ സംബന്ധിച്ച എല്ലാ അസുഖങ്ങളും നമ്മൾ പീഡിയാട്രിക്സിലാണ് പഠിക്കുന്നത്. ഇനി പീഡിയാട്രിക്സ് കുട്ടികൾക്ക് സർജറി വേണ്ടി വന്നാൽ ഏതാണ് പീഡിയാട്രിക് സർജറി എന്ന് പറയുന്നത്. ആക്ച്വലി പീഡിയാട്രിക്സിൻ്റെ ഭാഗമല്ല, അത് ജനറൽ സർജറി എടുത്തതിന് ശേഷം സൂപ്പർ സ്പെഷ്യാലിറ്റി ചെയ്യുന്നവരാണ് പീഡിയാട്രിക് സർജൻസ്. ഓക്കെ. ദെൻ അടുത്ത സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒബ്സ്റ്റെട്രിക്സ് ആൻഡ് ഗൈനക്കോളജി. അതായത് ഗർഭസംബന്ധമായ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും പഠിക്കുന്നതാണ് ഒബ്സ്റ്റെട്രിക്സ്. ഗൈനക്കോളജി എന്ന് പറയുന്നത് സ്ത്രീ സംബന്ധമായ രോഗങ്ങൾ, അതായത് ഗർഭപാത്രത്തിൻ്റെ അസുഖങ്ങൾ, അണ്ഡാശയത്തിൻ്റെ പ്രശ്നങ്ങൾ, ഗർഭപാത്രത്തിൻ്റെ താഴെയുള്ള പ്രശ്നങ്ങൾ, സെർവിക്സിൻ്റെ പ്രശ്നങ്ങൾ, വജൈനയുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം പഠിക്കുന്നത് നമ്മൾ ഗൈനക്കോളജിയിലാണ്. അപ്പോൾ ഗൈനക്കോളജിയിൽ നമുക്ക് പോസ്റ്റിങ്സ് ഉണ്ട്. ഗർഭിണികളെ നമ്മൾ പരിശോധിക്കുന്ന രീതി അത് വേറെ തന്നെയാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ എന്താ പറയുക ഫൈനൽ ഇയറിൽ പഠിക്കുന്നുണ്ട്. ഫൈനൽ ഇയറിൽ മാത്രമല്ല, നമുക്ക് അതിന് മുന്നേ ഉള്ള ഇയേഴ്സിലും പോസ്റ്റിങ്സ് ഉണ്ട് ഗൈനക്കോളജിയിലും ഒബ്സ്റ്റെട്രിക്സിലും. ദെൻ അതുകൂടാതെ നമുക്ക് ലേബർ റൂമിൽ പോസ്റ്റിങ്സ് ഉണ്ട്. ലേബർ റൂമിലെ പോസ്റ്റിങ്സ് ആണ് നമുക്ക് നൈറ്റ് ഷിഫ്റ്റും ഉണ്ട്, ഡേ പോസ്റ്റിങ്സും ഉണ്ട്. അപ്പോൾ ഈ ലേബർ റൂമിൻ്റെ സമയത്താണ് നമുക്ക് ഈ ക്വാളിറ്റി കിട്ടുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാത്രി ഡ്യൂട്ടി എടുക്കാനുള്ള ഒരു കഴിവ്. ഇതുവരെ നമ്മൾ നൈറ്റിൽ ഡ്യൂട്ടി എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ലേബർ റൂം പോസ്റ്റിങ്സ് വരുന്നത് 3rd ഇയർ സമയത്താണ് ആക്ച്വലി. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നൈറ്റിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം നമുക്ക് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് നൈറ്റ് ഷിഫ്റ്റ്സ് ഒക്കെ വരും. അപ്പോൾ അതിനൊക്കെ തരണം ചെയ്യാനുള്ള ഒരു ക്വാളിറ്റിയാണ് നമ്മളിപ്പോൾ ഏൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഇയർ. ഫൈനൽ ഇയറിൽ എന്ന് പറയുന്നത് വളരെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ആണ്. ആക്ച്വലി നമുക്കൊരു എക്സാം വരാനുണ്ട്, ഒരുപാട് സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. നമ്മൾ 3 വർഷം കൊണ്ട് പഠിച്ചെടുത്ത എല്ലാ സംഭവങ്ങളും ഫൈനൽ ഇയറിൽ നമുക്ക് എക്സാമിൽ വരാൻ ചാൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് സ്ട്രെസ്ഡ് ആയിരിക്കും, കുറച്ച് ടെൻസ്ഡ് ആയിരിക്കും. എക്സാമിന് വേണ്ടിയിട്ട് നന്നായി പ്രിപ്പയർ ചെയ്യണം. കാരണം നമുക്ക് 2 ഇൻറ്റേർണൽ എക്സാമിനേഴ്സും 2 എക്സ്റ്റേണൽ എക്സാമിനേഴ്സും വരും. എന്നിട്ട് നമ്മുടെ എക്സാം നന്നായിട്ട് എഴുതണം. തിയറി ഉണ്ട്, പ്രാക്ടിക്കൽ ഉണ്ട്. പ്രാക്ടിക്കൽ എക്സാമിന് നമുക്കൊരു രോഗിനെ കിട്ടും, നമ്മൾ കേസ് എടുക്കണം, രോഗിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം, നമ്മൾ എന്താണെന്ന് തിരിച്ചറിയുക, രോഗിക്ക് എന്താണെന്ന് രോഗിയുടെ പരിശോധിക്കുക. അപ്പോൾ രോഗിയിൽ എന്തെങ്കിലുമൊക്കെ ഫൈൻഡിങ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലങ് സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഫൈൻഡിങ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് കണ്ടെത്തി അതെല്ലാം ഫൈൻഡിങ്സ് ആയിട്ട് എഴുതാം. ദെൻ കേസ് പ്രസൻറ്റ് ചെയ്യുക. എക്സാമിനേഴ്സ് ചോദ്യം ചോദിക്കും, ഇനി എന്താണ് പ്ലാൻ, ഇനി എന്താണ് ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ്, എന്തൊക്കെ ഡയഗ്നോസ്റ്റിക്സ് ആണ് ചെയ്യാൻ പോകുന്നത്, ഇതെല്ലാത്തിനും ഉത്തരം പറയുക. ഇതൊക്കെയാണ് ഫൈനൽ ഇയർ എക്സാം. അങ്ങനെ നമുക്ക് 2 കേസസ് ഉണ്ടാവും, ഒരു ഷോർട്ട് കേസും ഒരു ലോങ് കേസും ഉണ്ടാവും. സോ ഇങ്ങനെയാണ് ഫൈനൽ ഇയർ എക്സാംസ് ഉള്ളത്. ദെൻ നമുക്കൊരു ലാസ്റ്റ് ഒരു വൈവ സെഷനും കൂടെ ഉണ്ടാവും. ഫൈനൽ ഇയറിൽ നമുക്കൊരു കോളേജ് ലൈഫ് ഉണ്ടോയെന്ന് വെച്ചാൽ ആക്ച്വലി ഉണ്ടാക്കാം, പക്ഷേ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കണം, ഇല്ലെങ്കിൽ പാസ്സാവാൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇപ്പോൾ ജനറൽ മെഡിസിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു, ഒരുപാട് സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. ഒരുപാട് സബ്ജക്ട്സിൻ്റെ തലപ്പത്തിരിക്കുന്ന പേരാണ് ജനറൽ മെഡിസിൻ. അതിൻ്റെ താഴെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദെൻ ജനറൽ സർജറി,
ജനറൽ സർജറിക്കൊക്കെ ആക്ച്വലി 2 വോളിയത്തിൻ്റെ ബെയ്ലി ആൻഡ് ലവ് എന്ന് പറഞ്ഞിട്ടുള്ള 2 വലിയ ടെക്സ്റ്റ് ബുക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പഠിക്കണം. ദെൻ അതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യും, ഇന്റേണൽ എക്സാംസ് ഉണ്ട്, മോഡൽ എക്സാംസ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്തുണ്ട്, കട്ട് ഓഫ് ഉണ്ട്, ഇത്ര മാർക്ക് വേണമെന്നുണ്ട്. ദെൻ ഫൈനൽ എക്സാമിൽ 50% ഓഫ് മാർക്സ് വേണം, തിയറിയിലും പ്രാക്ടിക്കലിലും ആയിട്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റിങ്ങിന് വരിക, കൺസിസ്റ്റൻ്റ് ആയിട്ട് തിയറി ക്ലാസ്സിൽ അപ്പിയർ ചെയ്യുക, നോട്ട്സ് എഴുതി പഠിക്കാം. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് ആക്ച്വലി പാസ്സാവുകയുള്ളൂ. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇന്ന് നാളത്തെ പരീക്ഷ കഴിഞ്ഞ് നമുക്ക് നിർത്തി പോവേണ്ട ഒരു സംഭവമല്ല. നമ്മുടെ കരിയറാണ് ഇനി ഉള്ളത്. നമ്മൾ നല്ലൊരു ഡോക്ടറായിട്ട് ഇനി കമ്മ്യൂണിറ്റിയെ സെർവ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ആ ഒരു ബോധത്തോടു കൂടെ നമ്മൾ പഠിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫൈനൽ ഇയർ സബ്ജക്ട്സ് നന്നായിട്ട് പഠിക്കാം. എത്ര ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറൊക്കെ കുഴപ്പമാണെങ്കിലും ബേസിക്സ് ഒക്കെ ഒന്നുകൂടി പൊടി തട്ടിയിട്ട് എടുക്കുക. അനാറ്റമി ആയാലും ഫിസിയോളജി ആയാലും. ബയോകെമിസ്ട്രി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല നമ്മൾ ഫൈനൽ ഇയറിലോട്ട് വരുമ്പോൾ. ബയോകെമിസ്ട്രിയിൽ അന്ന് നമ്മൾ പഠിച്ച പോലെ ഫുൾ സ്റ്റെപ്സ് ഒന്നും പഠിക്കണ്ട. മെയിൻ കോർ ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. അത് അനാറ്റമി എന്നായാലും ഫിസിയോളജി എന്നായാലും ബയോകെമിസ്ട്രി എന്നായാലും. ദെൻ ബേസിക് സ്ട്രോങ് ആക്കി വെക്കുക. പത്തോളജി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഓരോ അസുഖത്തിനെ കുറിച്ച് ഡയഗ്നോസ്റ്റിക്കും ട്രീറ്റ്മെൻറ്റും മെയിനായിട്ട് പഠിക്കുമ്പോഴും ഫിസിയോളജിയും കൂടി വളരെ നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ നമുക്ക് ഡയഗ്നോസ്റ്റിക്കും ട്രീറ്റ്മെൻറ്റ് പ്ലാനും വളരെ നന്നായിട്ട് നമുക്ക് തന്നെ ഒന്ന് അനലൈസ് ചെയ്തിട്ട് പറയാവുന്നതേ ഉണ്ടാവുള്ളൂ. കോളേജ് ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫൈനൽ ഇയറിൽ അധികം ഒന്നും ചെയ്യാനുണ്ടാവില്ല. അധികം എന്താ പറയുക, കോളേജ് ലൈഫ് അടിച്ചു പൊളിക്കാനുള്ള സമയം ആക്ച്വലി ഫൈനൽ ഇയറിൽ ഇല്ല എന്ന് തന്നെ പറയാം. ദെൻ നമ്മൾ എന്താ നല്ല കമ്പൈൻ സ്റ്റഡി പാർട്ട്നേഴ്സിനൊക്കെ കണ്ടെത്താം, അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല എൻജോയ് ചെയ്ത് പഠിക്കുകയും ചെയ്യാം. നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ്, ആ സംഭവങ്ങളൊക്കെ ആ ഒരു കമ്പൈൻ സ്റ്റഡിയിലൂടെ ഉണ്ടാക്കാം. ചിലർക്ക് കമ്പൈൻ സ്റ്റഡി ആയിരിക്കും ഭയങ്കര ഇഷ്ടം. ഞാൻ കമ്പൈൻ സ്റ്റഡി ചെയ്യുന്ന ഒരാളായിരുന്നു കോളേജിൽ. അപ്പോൾ എൻ്റെ കമ്പൈൻ സ്റ്റഡി പാർട്ട്ണർ ഗ്രേഷ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ്. അപ്പോൾ കമ്പൈൻ സ്റ്റഡി ചെയ്തത് കൊണ്ട് തന്നെ ഒരുപാട് ടോപ്പിക്സ് ഇപ്പോഴും എൻ്റെ ഒരു ഓർമ്മയിൽ ഭയങ്കരമായിട്ട് ആ ഒരു ഡിസ്കഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരുപാട് ടോപ്പിക്സ് ഒക്കെ ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെ നമ്മൾ എക്സാംസ് എല്ലാം കഴിഞ്ഞ് ഇനി ഞാൻ പറയാൻ പോകുന്നത്, എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമ്മൾ ഇൻറ്റേൺഷിപ്പ് തുടങ്ങാൻ പോവാണ്. അതായത് കുട്ടി ഡോക്ടറായിട്ട് ഡോക്ടർ അണ്ടർ സൂപ്പർവിഷൻ ആയിട്ട് വർക്ക് ചെയ്യാൻ പോവുകയാണ് അടുത്ത എപ്പിസോഡിൽ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഹൗസ് സർജൻസിനെ കുറിച്ച്, ഇൻറ്റേൺഷിപ്പിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. ച്യൂസ്.